ശരി, ഞാൻ ശ്യാം വരാം. ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരികയാണ്. ശ്രീമതി ബീന പോൾ ഫോണിലുണ്ട്. ശ്രീമതി ബീന പോൾ, ഇപ്പോൾ പൾസർ സുനി നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി റിപ്പോർട്ടർ ടിവിയുടെ ഒളി ക്യാമറയിൽ പറഞ്ഞ കാര്യങ്ങളാണ് വാർത്തയായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ അറിയുന്ന പോലെ തന്നെ ഇതൊരു കൊട്ടേഷൻ ബലാത്സംഗമാണ്. ആ കൊട്ടേഷൻ ബലാത്സംഗത്തിന് തനിക്ക് ഓഫർ ചെയ്തിരുന്നത് 1.5 കോടിയാണ്. അതിൽ ന്യൂസ് ഞാൻ കേട്ടു. എനിക്ക് ഇത് പറയാനുള്ളത് 7 വർഷമായിട്ട് ഈ കേസ് ഇങ്ങനെ നടക്കുക. ഒരു തരത്തിൽ എവിടെയും എത്തുന്നില്ല. ഇങ്ങനെ പല ഘട്ടത്തിൽ ഭയങ്കര ഒരു ഷോക്കിംഗ് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒരു ആവശ്യം ഈ കേസ് എങ്ങനെയെങ്കിൽ ഒന്ന് ഈ കുട്ടിക്ക് ഒരു ഇത് കിട്ടണം, നീതി കിട്ടണം എന്നാണ് നമുക്ക് ഉള്ളത്. ഇപ്പൊ ഇത് പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യമോ ഇതൊക്കെ കോടതിയിൽ പോകണം. ഉടനെ തന്നെ ഇത് കോടതി ശ്രദ്ധയിൽപ്പെട്ടണം. ഇത് ഒരു നീക്കം ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും ഈ മെമ്മറി കാർഡുള്ള ഫോൺ തന്റെ പക്കലുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഫോൺ തന്റെ പക്കലുണ്ട്. ഇപ്പൊ ഇത് ഒഫീഷ്യൽ ഇതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് കോടതിയിൽ പോകണം, കോടതി ഇതിന് പരിഗണിക്കണം. മാത്രമല്ല, നമ്മുടെ ഒരു ആവശ്യം ഒരു കുട്ടി 7 വർഷമായിട്ട് ഇങ്ങനെ ഒരു നിരന്തരമായിട്ട് ആദ്യം ഈ സംഭവം നടന്നു. പക്ഷെ 7 വർഷമായിട്ട് ഇവർ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എങ്ങും എത്തുന്നില്ല എന്നാണ് നമ്മുടെ സങ്കടം. സത്യം, അത് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ ചോദിച്ചത് അതിലൊരു വേഗമുണ്ടാക്കാൻ ഈ പറയുന്ന അതിജീവിതയ്ക്ക് ഒരു നീതി നേടിത്തരാൻ ഈ വെളിപ്പെടുത്തൽ സഹായകമാകുമോ എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഈ ദൃശ്യങ്ങളടക്കം കോടതിക്ക് കൈമാറാൻ, അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഞങ്ങൾ തയ്യാറാണ്. അത് കോടതിക്കല്ലേ പറയാൻ പറ്റത്തുള്ളൂ, നമുക്ക് അത് പറയാൻ പറ്റത്തില്ലല്ലോ. ഉറപ്പായിട്ട് ഇത് ഒരു കൃത്യമായിട്ട് തെളിവുണ്ടെങ്കിൽ ഇത് കോടതി പരിഗണിക്കും. തീർച്ചയായും. ഹലോ, തീർച്ചയായും. വളരെ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ഇത് നീതി വേഗം കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ഉറപ്പായിട്ടും വിധി വരാനിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ഈ പുതിയൊരു വെളിപ്പെടുത്തൽ കൂടി വരുമ്പോൾ അത് ഏത് തരത്തിലാണ് അവർക്ക് സഹായകമാകുക എന്നുള്ളത് ഞാൻ ചോദിച്ചത്. അത് നമുക്ക് ഇത് കോടതി പോകണ്ടേ, അതാണ്. ഓക്കെ, താങ്ക് യു. ശ്രീമതി ബീന പോളാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്.